സീബ്ര ലൈൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതിലൂടെ മാത്രം കാണാൻ കേട്ടോ സീബ്ര ലൈന്. ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യേണ്ട സ്ഥലം കൂടിയാണത്. നേരെ മറിച്ച് ഇത് ഉദ്യോഗസ്ഥൻ്റെ ഏതെങ്കിലും ഒരു മക്കളോ ഇല്ലെങ്കിൽ ഉദ്യോഗസ്ഥൻ്റെ ഏതെങ്കിലും ഒരു കുടുംബത്തിന് പെട്ട ഒരാൾക്കാണ് സംഭവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എന്താവും അവസ്ഥ? അപ്പോൾ അവിടെ എന്തൊക്കെ ആരൊക്കെ വരും അത് മനസ്സിലാക്കി അപകടം ഉണ്ടാവാനുള്ള ചാൻസ് എന്താണ് അതൊക്കെ നിങ്ങൾ പരിശോധിച്ചിട്ട് ആ ഡ്രൈവറെയും കൂടി അപ്പോൾ സുഹൃത്തുക്കളെ ഞാൻ പറയണത് എന്താ അറിയോ, പോലീസ് അധികാരികൾ ലോറി ഡ്രൈവർ ക്ലീനറെ അറസ്റ്റിലാക്കിയിട്ട് ഡ്രൈവർ പറഞ്ഞു ഡ്രൈവർ സ്വയം കുറ്റം സമ്മതിച്ചു എന്ന് പറയുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല. ഒന്നെങ്കിൽ പോലീസുകാർ തല്ലി പറയിപ്പിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഡ്രൈവർ കുറ്റബോധം കൊണ്ട് സ്വയം തോന്നിയതാവും. പിന്നെ വേറൊന്നുണ്ട്. അപ്പോൾ വേറെ ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഡ്രൈവർക്കാണ് കുറ്റം, റോഡിനല്ല കുറ്റം. റോഡ് ഒരു കുഴപ്പമില്ല, റോഡ് നല്ല ഇതുവരെയായിട്ട് അവിടെ ആക്സിഡൻറ്റും കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. പ്രിയപ്പെട്ട ഗണേഷ് കുമാർ സാറിനോട് എനിക്ക് പറയേണ്ട കാര്യം എന്താ പറയുക, സാറേ നിങ്ങൾ ആദ്യം അവിടെ നിങ്ങൾ വന്നിട്ടൊന്ന് അതിൻ്റെ രീതി ഒന്ന് പരിശോധിച്ച് നോക്കണം. നിങ്ങൾ അതാണ് ചെയ്യേണ്ടത്. നിങ്ങൾ ഇപ്പോൾ 22 മണിക്കൂർ 24 മണിക്കൂറായി. അപ്പോൾ നിങ്ങൾ ഇവിടെ വന്നിട്ടൊന്ന് അതിൻ്റെ കാര്യങ്ങൾ എന്താണ്, അപകടം ഉണ്ടാവാനുള്ള ചാൻസ് എന്താണ് അതൊക്കെ നിങ്ങൾ പരിശോധിച്ചിട്ട് ആ ഡ്രൈവറെയും കൂടി നിങ്ങൾ കാണണം. ആ ഡ്രൈവറോട് നിങ്ങൾ നേരിട്ട് കാര്യം ചോദിക്കണം, എന്താണ് അവിടെ ഉണ്ടായത്. അല്ലാതെ നിങ്ങൾ കുറേ മാധ്യമങ്ങളെ കണ്ടിട്ട് അവരെടുത്ത് കുറേ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഒന്നും ആയില്ല. പിന്നെ ഇതിന് മുന്നേ അവിടെ ഇഷ്ടംപോലെ അപകടങ്ങൾ ഉണ്ടായിട്ടുള്ളൂ. ഏകദേശം 35 പേര് മരിച്ചിട്ടുണ്ട് അവിടെ ആക്സിഡൻ്റ് ആയിട്ട്. അപ്പോൾ ഇതിനൊക്കെ എന്താ പറയുക, ഇതിന് ആരോടാ പറയുക, പറഞ്ഞിട്ട് എന്താ കാര്യം, അതും കൂടി ഉണ്ട് ഇതിൽ. പിന്നെ ഒന്നാമത്തെ കാര്യം എന്താ അറിയോ, ആരും നല്ല രീതിയിലല്ല ഡ്രൈവ് ചെയ്യുന്നത്. എല്ലാവർക്കും ധൃതിയാണ്, ധൃതിയും കൊണ്ടാണ് പോവാണ് അവർ. കൂടുതൽ ആക്സിഡൻറ്റ് കാറ് ബൈക്ക് ഇതാണ്. ഇന്നിപ്പോൾ മണിക്കൂറുകൾ കഴിഞ്ഞിട്ടില്ല അപകടം നടന്നിട്ട്. അതിന് ശേഷം പൊന്നാനിയിൽ വെച്ചിട്ടൊരു കാറ് കുട്ടികളുടെ ഇടയിലേക്ക് പാഞ്ഞു കയറി. അപ്പോൾ ഈ ഡ്രൈവിങ്ങിൻ്റെ രീതി ഇവർക്ക് അറിയില്ല. ഡ്രൈവിങ്ങിന് ഇവരെങ്ങനെയെങ്കിലും സ്റ്റിയറിങ് ഇടത്തോട്ടും വലത്തോട്ടും തിരിക്കുക, അത് മാത്രമേ അറിയുള്ളൂ. ഇവർക്ക് ഗിയർ ചേഞ്ചിങ് എന്താണ്, ആക്സിലേറ്റർ എന്താണ്, ക്ലച്ച് എന്താണ്, ബ്രേക്ക് എന്താണ്, അതേപോലെ സീബ്ര ലൈനിൽ ആരൊക്കെ പോകണം, സ്പീഡ് ബ്രേക്കർ എന്താണ്, ടേണിങ് എന്താണ്, യു ടേൺ എന്താണ്, ഇതൊന്നും ഇവർക്ക് അറിയില്ല. ഇവർ വണ്ടി എടുക്കണോ പോകണോ. ഇവർക്ക് ട്രാഫിക് റൂൾസ് എന്താണെന്ന് അറിയില്ല. അതൊക്കെ ബോധവൽക്കരണം കൊടുക്കേണ്ടത് ആരാണ്? ജനങ്ങളല്ല, ഉദ്യോഗസ്ഥന്മാരാണ്. ജനങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ പഠിക്കാൻ വേണ്ടി വരികയല്ലേ. അപ്പോൾ ഉദ്യോഗസ്ഥന്മാർ തീർച്ചയായിട്ടും ഒന്നും വേണ്ട, രാവിലത്തെ വൈകുന്നേരത്തെ മാധ്യമങ്ങളെ കണ്ടിട്ട് ഒന്ന് ചർച്ച ചെയ്താൽ മതി. ജനങ്ങളെങ്ങനെ സഞ്ചരിക്കണം, ജനങ്ങളെ എങ്ങനെ പോകണം, ജനങ്ങളോടുകൂടി ജനങ്ങളും നിങ്ങളെ ആവശ്യം തന്നെയല്ലേ. ഇത്രയും വോട്ട് ചെയ്ത് ഞങ്ങൾ വിജയിപ്പിച്ചിട്ട് ഞങ്ങളുടെ ജീവനൊരു വിലയില്ലേ. ഇപ്പോൾ റോഡിലൊരു പട്ടി ചത്ത് കിടക്കുകയാണെങ്കിൽ അതിന് വില ഉണ്ട്. അതിന് മൃഗസംരക്ഷണ വകുപ്പ് വന്നിട്ട് അതാരാ ചെയ്ത്, എന്താ ചെയ്ത്, എന്തിനാ ചെയ്തതെന്ന് അന്വേഷിക്കും. ഒരു മനുഷ്യന് ചത്ത് കഴിഞ്ഞാൽ, മനുഷ്യൻ മരിച്ച് വണ്ടി ഇടിക്കുക, ഇനിയിപ്പോൾ എങ്ങനെ ഏത് രീതിയിൽ മരിച്ചാലും ഒരു വിലയില്ലേ. അപ്പോൾ എന്താണിപ്പോൾ ഇതിവിടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? ഒരു സ്വാതന്ത്ര്യമില്ലായ്മയുള്ളൂ. ഇപ്പോൾ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം ഇല്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യുക? അത് മാത്രമല്ല, ഇപ്പോൾ കൂടുതലും ഡ്രൈവിംഗ് സ്കൂളിൽ നിന്നാണ് പഠിക്കുന്നത്. അതെല്ലാവർക്കും അറിയാം, എല്ലാവരും ചെയ്യണ കാര്യം തന്നെയാണ്. ഡ്രൈവിംഗ് സ്കൂളുകാർ എന്താ ചെയ്യുന്നത് അറിയോ? 15,000, 20,000, 5,000 രൂപ വാങ്ങിയിട്ട് അവർക്കിപ്പോൾ എന്തായാലും പൈസയാണ് വേണ്ടത്. ഇപ്പോൾ എല്ലാവർക്കും പൈസ തന്നെയാണ് വേണ്ടത്.
അതിപ്പോൾ നിങ്ങൾക്കായാലും എനിക്കായാലും ആർക്കായാലും പൈസ തന്നെയാണ് വേണ്ടത്. പൈസ ഇല്ലാതെ ഇപ്പോൾ ഒന്നും നടക്കില്ല. ഈ പൈസ വാങ്ങുന്നതിന് ഇവർ ആത്മാർത്ഥത കാണിക്കണ്ടേ? റോഡിലൂടെ എന്തൊക്കെ മാർഗനിർദ്ദേശങ്ങളുണ്ട്, റോഡിൻ്റെ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം, എന്തൊക്കെ രീതിയിൽ പഠിക്കണം, ഏതൊക്കെ സാഹചര്യങ്ങളിൽ നിങ്ങൾ ബ്രേക്കപ്പ് ചെയ്യണം ഒക്കെ പറഞ്ഞു കൊടുക്കേണ്ട ഡ്രൈവിംഗ് സ്കൂളിലെ കടമ തന്നെയാണ്. ഇവർ ഒന്നും ചെയ്യുന്നില്ല. വെറുതെ ഡ്രൈവിംഗ് സ്കൂളിൽ കാറായാലും ബൈക്കായാലും കൂടുതലിപ്പോൾ കാർ ഡ്രൈവിങ്ങിലാണ് കാണുന്നത്. കാരണം ഇത് പഠിക്കാൻ സിമ്പിളാണെന്നാണ് ഇവരുടെ വിചാരം. സംഭവം ശരിയാണ്, ഡ്രൈവിങ് പഠിക്കാൻ സിമ്പിളാണ്. പക്ഷേ റോഡിൽ കുറേ നിയമങ്ങളും കാര്യങ്ങളും ഉണ്ട്. ഇതൊന്നും അറിയാതെ ഇവർ കാർ എടുത്തിട്ട് ഇങ്ങോട്ട് വരും. ഇവർക്ക് ആക്സിലേറ്റർ ഏതാണ്, ബസ് അല്ല ബ്രേക്ക് ഏതാണ്, ഇല്ലെങ്കിൽ കാൽനട യാത്രക്കാർക്ക് എന്തൊക്കെ അനുവാദം കൊടുക്കണം, ഇതൊന്നും ഇവർക്ക് അറിയില്ല. ഇവർ എങ്ങടോ പോവാണ്. എങ്ങടോ ഇതെവിടെ എത്തുമെന്ന് ആർക്കും അറിയില്ല. ആരും സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണ് ശരിക്കും പറയേണ്ടത്. കാരണം റോഡിൻ്റെ നിർമ്മാണം ശരിക്ക് എടുത്തിട്ടില്ലെങ്കിൽ ആ റോഡ് പിന്നെ മോശം തന്നെയാണത്. അങ്ങനെ കേരളത്തിൽ എത്ര റോഡുകളുണ്ട്? ഒരു ദിവസം റോഡ് ഉണ്ടാക്കുക, പിറ്റേ ദിവസം റോഡ് പൊളിയാം. അപ്പം അങ്ങനെ എത്ര റോഡ് നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിനൊന്നും കേസില്ല. അതിനൊന്നും ആരും ഒരു ഉദ്യോഗസ്ഥനും സറണ്ടർ ആയിട്ടില്ല, കുറ്റം തെളിയിച്ചിട്ടുമില്ല. രാജേണ്ണാ, അത് ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പം ആ ലോറിക്ക് പകരം ഒരു KSRTC ബസ് ആയിരുന്നെങ്കിൽ എന്താകുമായിരുന്നു? അതും കൂടി ചോദിക്കാണ്ട്. ഇപ്പോൾ ഈ ന്യൂസുകാരൊന്നും ഉണ്ടില്ലല്ലോ, ഈ ചാനലുകാരൊന്നും ഉണ്ടില്ല. പാവം ഒരു ലോറി ചങ്ങായി ഏതോ ഓൻ്റെ കട്ടകാല സമയം അവിടെ എടുത്തിട്ടു. കട്ടകാലം വന്നു എനിക്ക്. അതുകൊണ്ട് അത് 4 കുട്ടികൾ പോവുകയും ചെയ്തു. പാവം അവരൊന്നും അറിഞ്ഞിട്ടില്ല, ഈ ഡ്രൈവറൊന്നും അറിഞ്ഞിട്ടില്ല. അവിടെ ഈ അപകട വളവാണെന്ന് ചിലപ്പോൾ ആ ഡ്രൈവർക്ക് അറിയില്ലായിരിക്കാം. അതും കൂടി ചോദിക്കണം. ആദ്യം നിങ്ങൾ വരുന്ന വഴിയാണോ, വന്ന വഴിയായിരുന്നോ, നിങ്ങൾ ഈ റോഡിലൂടെ ആദ്യമായിട്ടാണോ വരുന്നത്, അതൊക്കെ ചോദിക്കണം. ചോദ്യം ചോദിക്കുമ്പോഴൊക്കെ ചോദിക്കണ്ടേ? അല്ല കേസ് തെളിയിക്കാൻ വേണ്ടിയിട്ട് വെറുതെ എന്തെങ്കിലും ചോദിക്കുക. അതൊരു നിയമവശമല്ല. അപ്പോൾ അതിൻ്റെ മുന്നിൽ കൂടെ എത്ര വണ്ടികൾ പോകുന്നുണ്ട്. ഇതിലൊക്കെ ശരിക്കും റോഡിൻ്റെ റൂൾസ് അനുസരിച്ചിട്ടാണോ പോകുന്നത്? അല്ല, അവരുടെ ഇഷ്ടം, അത്രയേ ഉള്ളൂ. തെറ്റ് ചെയ്തവന് സ്വയം സമ്മതിക്കണം, അവനാണ് മനുഷ്യൻ. അല്ലാതെ തെറ്റ് ചെയ്യാത്തവനെ പിടിച്ചിട്ട് നീ തെറ്റുകാരനാണ്, നീ കുറ്റം സമ്മതിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് ചിലപ്പോൾ സമ്മതിക്കേണ്ടി വരുമായിരിക്കും. പാവം, എന്താ ചെയ്യുക? അതിലിപ്പോൾ ഞാൻ ഒരാളെ എടുത്തു പറയല്ല, നമുക്ക് അത് ഒന്നും പറയല്ല. പോകേണ്ട ആ കുടുംബത്തിന് പോയി. അല്ലാതെ അപ്പോൾ നമ്മൾ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഇനി അപകടങ്ങൾ ഇനിയും അവിടെ സംഭവിക്കും. പിന്നെ ഇന്ന് കലക്ടറുടെ യോഗം ചേരുന്നുണ്ടെന്ന് പറഞ്ഞു. ഈ കലക്ടറുടെ യോഗം ചേർന്നിട്ട് എന്താ കാര്യം? കാരണം ഞാൻ ചോദിക്കട്ടെ, ഇതിന് മുന്നേ അവിടെ അപകടം ഉണ്ടായിരുന്ന സമയത്തൊന്നും കളക്ടർമാർ യോഗം ചേർന്നിട്ടില്ലേ? അവിടെ ജനങ്ങൾ ഒരുമിച്ച് നിൽക്കണം. അവരെ തടഞ്ഞു നിർത്തിയിട്ട് പോകാൻ സമ്മതിക്കരുത്. അതന്നെ ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു പരിഹാരം വേണമെന്ന് പറയണം. ഇതിനൊരു പരിഹാരം കാണണം. കാരണം ഓരോ കുടുംബത്തിൽ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് പണിയെടുത്ത് കഞ്ഞി കുടിച്ച് ജീവിക്കുന്ന ആൾക്കാരാവും. അവരെ കുടുംബത്തിലൊരു പിന്നെ ആണി പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു വിലയും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. കാരണം പോയത് നമുക്കാണ്, അല്ല ഉദ്യോഗസ്ഥന്മാർക്കല്ല. അങ്ങനെയുണ്ടല്ലോ. അവർ ചെയ്യേണ്ട കാര്യം എന്താ? അവരപ്പം തന്നെ നേരെ മറിച്ച് ഇത് ഉദ്യോഗസ്ഥൻ്റെ ഏതെങ്കിലും ഒരു മക്കളോ ഇല്ലെങ്കിൽ ഉദ്യോഗസ്ഥൻ്റെ ഏതെങ്കിലും ഒരു കുടുംബത്തിൽ പെട്ട ഒരാൾക്കാണ് സംഭവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എന്താവും അവസ്ഥ? അപ്പോൾ അവിടെ ആരൊക്കെ വരും അത് മനസ്സിലാക്കിയാൽ മതി നിങ്ങൾ. അപ്പോൾ ഇനി ഒരു അപകടം അവിടെ ഉണ്ടാവാതിരിക്കട്ടെ, നമുക്കങ്ങനെ പ്രാർത്ഥിക്കാം, അത്രേ പറയുള്ളൂ. കാരണം ഈ മഴയുള്ള സമയത്തൊക്കെ നിങ്ങൾ വാഹനം ശ്രദ്ധിച്ചിട്ട് ഓടിക്കണമല്ലോ. കാരണം സ്കിഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അത് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് പോകണം. പിന്നെ ഉണ്ടാവും അവിടെ എപ്പോൾ പോയി ഇടിച്ചത്. ഇതാണ് ബൈക്കുകാരെ കൊണ്ടുള്ള പ്രശ്നം. അവർക്ക് എന്താണ് ഏതാണ് ഒന്നും അറിയില്ല. അവർക്ക് റോക്കറ്റ് പോലെ പോകണം, അല്ലാതെ വേറൊന്നുമില്ല. പിന്നെ ഞാൻ പറയട്ടെ,
നമ്മൾ റോഡിലൂടെ ഇങ്ങനെ തലങ്ങും വിലങ്ങും പോകുമ്പോൾ കുറേ പോലീസുകാർ, ട്രാഫിക്കിലത്തെ പോലീസുകാർ കുറേ കണ്ണടയ്ക്കുന്നുണ്ട്. കണ്ണടയ്ക്കുക പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിട്ടും കാണാത്ത പോലെ അവർ നമുക്ക് സഹകരിച്ച് തരുന്നുണ്ട്. അതൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ട് അഹങ്കാരത്തോടു കൂടി പോകുമ്പോൾ മേലെ ഒരാളുണ്ട്, ദൈവം തമ്പുരാന്ന് പറഞ്ഞൊരാളുണ്ട്. അപ്പോൾ അയാൾ ഇതൊക്കെ കാണുന്നുണ്ട്, അതിനുള്ള ശിക്ഷ നമുക്ക് കിട്ടുന്നുണ്ട്. എന്നിട്ടും നമ്മൾ പഠിക്കുന്നില്ലല്ലോ, നമ്മൾ പഠിക്കുന്നില്ല. നമുക്ക് എത്ര അനുഭവങ്ങൾ ഉണ്ടെങ്കിലും നമ്മൾ അതിനും പാഠം ഉൾക്കൊള്ളുന്നില്ല. എന്താണ് ഇങ്ങനെ ചെയ്തിട്ട് അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരുടെ ഒന്ന് പറയണം. അത് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അത് കേരളത്തിൽ ഒരുപാട് റോഡുണ്ട്, അതും കൂടി നിങ്ങൾ നോക്കണം. നമ്മുടെ മുഹമ്മദ് റിയാസിനെ ഒന്നും വിശ്വസിച്ചിട്ട് ഒരു കാര്യമില്ല. മൂപ്പരൊന്നും ഒരു ഉപ്പിന് ഉപകാരമില്ലാത്ത ആളാണ്. അപ്പോൾ ഇതിപ്പോൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താവുകയെന്ന് അറിയില്ല. എന്താവാൻ ഒരു ദിവസം എന്തായാലും നമ്മൾ മരിക്കണം. അപ്പോൾ പിന്നെ നമ്മെ വിട്ട് പിരിഞ്ഞു പോയ ആ 4 കുട്ടികളോട് അവരുടെ ഇമ്മാരോടും വാപ്പമാരോടും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, നിങ്ങൾക്ക് സമാധാനം കിട്ടാൻ, മറക്കാൻ. അവിടെ തെറ്റുകാരായിട്ട് നിങ്ങൾ ഒരിക്കലും ലോറി ഡ്രൈവറെ കാണരുതേ പറയാനുള്ള കാരണം അയാളും ഒരു മനുഷ്യനാണ്. അയാൾക്കും കുടുംബവും കുട്ടികളുണ്ടായിരിക്കാം. ഞാൻ അത് പ്രത്യേകം പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, തെറ്റ് ചെയ്യാത്തവരായിട്ട് ഈ ലോകത്ത് ആരുമില്ല. എല്ലാവരും തെറ്റിലൂടെ തന്നെയാണ് പോകുന്നത്. നല്ലതിലൂടെ പോയിട്ട് ആരും നമ്മുടെ വിലയിരുത്തുന്നില്ല. അതുകൊണ്ടാണ് ശരിക്കും എല്ലാവരും തെറ്റിലൂടെ പോണത്. അപ്പോൾ നമ്മളൊക്കെ ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. നമ്മളൊക്കെ സങ്കടപ്പെട്ട ഒരു സമയം തന്നെയായിരുന്നു. പിന്നെ അതെങ്ങനെ പറയണമെന്നും സമാധാനിപ്പിക്കണമെന്നും എനിക്കറിയുന്നില്ല. എന്താ ഞാനും നിങ്ങളെ പോലെ ആ വാപ്പാൻ്റെയും ഉമ്മാൻ്റെയും ഒരു അവസ്ഥയിലൂടെ തന്നെയാണ് ഓരോ ദിവസവും ഞാൻ പോണത്. പിന്നെ നഷ്ടപ്പെട്ടതിനെ കുറിച്ചിട്ട് നിങ്ങളിനി ഒരിക്കലും ചിന്തിക്കരുത്. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുജനങ്ങളോടാണ്. നിങ്ങൾ നഗരത്തിൽ വരുമ്പോൾ, നിങ്ങൾ നാട്ടിൽ നിന്ന്, നിങ്ങളുടെ വീട്ടിൽ നിന്ന് നഗരത്തിലേക്ക് വരുമ്പോൾ ഒരുപാട് മര്യാദകൾ പാലിക്കാണ്ട് അവിടെ നഗരത്തിൽ. അപ്പോൾ അതൊന്നും പാലിക്കാതെ ആവുന്ന സമയത്താണ് അപകടങ്ങൾ ഉണ്ടാവുക. അത് റോഡ് എന്ന് പറഞ്ഞത് വാഹനത്തിൻ്റെ പറയുമ്പോൾ നിങ്ങൾക്കവിടെ റോഡ് ക്രോസ് ചെയ്യാൻ സീബ്ര ലൈൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതിലൂടെ മാത്രമേ നിങ്ങൾ പാസ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ വാഹനത്തിന് കൈ കാണിച്ചിട്ട് അവിടെ നിർത്താൻ പറയാം. അതുകൂടി ചെയ്യണം. അല്ലാതെ ചില ആൾക്കാരുണ്ട്, ഒരു വാഹനം മറ്റൊരു വാഹനത്തിനെ മറികടക്കുമ്പോൾ അതിൻ്റെ ഇടയേക്കടെ വരുന്ന ആൾക്കാരുണ്ട്. അത് അവർ തട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ വണ്ടിക്കാരെ കുറ്റം പറഞ്ഞൊരു കാര്യമില്ല. കാരണം നിങ്ങളെ ശ്രദ്ധിക്കാൻ കഴിയില്ല. അവർക്ക് ഏതൊരു വാഹനത്തിലെ ഡ്രൈവർക്കും ശ്രദ്ധിക്കാൻ കഴിയില്ല. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ഇപ്പോഴത്തെ ഏതൊരു വാഹനത്തിലെ ഡ്രൈവർമാർക്കും ക്ഷമയില്ലാത്ത ഡ്രൈവിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കുക, കരുതലോടെ മുന്നോട്ട് പോവുക. അത്രേ എനിക്ക് പറയാനുള്ളൂ. നമുക്ക് കരുതലോടെ മുന്നോട്ട് പോയിട്ടില്ലെങ്കിൽ ഒരു കാര്യമില്ല.